ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത പോയിന്റ്, ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഗോവ, ഹിമാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര. ഗോവ, ഹിമാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മിഷൻ വസുന്ധര പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം. ആസാമുമായി ബന്ധപ്പെട്ടതാണ് മിഷൻ വസുന്ധര പദ്ധതി. അടുത്ത പോയിന്റ്, ലോകത്തിലെ ആദ്യത്തെ മുളയധിഷ്ഠിത 2G ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ആസാം. ലോകത്തിലെ ആദ്യത്തെ മുളയധിഷ്ഠിത 2G ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ആസാം. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലിവർപൂൾ മത്സരത്തിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ജസ്മിൻ ലംബോറിയ. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലിവർപൂൾ മത്സരത്തിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ജസ്മിൻ ലംബോറിയാണ്. ഹരിയാനക്കാരിയാണ് ജസ്മിൻ ലംബോറിയ, ഹരിയാനക്കാരിയാണ്. 48 കിലോഗ്രാം വിഭാഗത്തിൽ മീനാക്ഷി ഹുഡയും സ്വർണം നേടിയിട്ടുണ്ട്. 48 കിലോഗ്രാം വിഭാഗത്തിൽ മീനാക്ഷി ഹുഡയും സ്വർണം നേടിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2023-24 വർഷത്തെ നേടിയത് മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്തായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തത്, ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഇടുക്കി ജില്ലയാണ്. ആർദ്ര കേരളത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഇടുക്കി ജില്ലയെ. മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ആർദ്ര കേരളത്തിലെ മുനിസിപ്പാലിറ്റിയായി മികച്ച മുനിസിപ്പാലിറ്റിയായി തെരഞ്ഞെടുത്തത്. മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരത്തെയാണ്. മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരത്തെയാണ്. ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ഏത്? ബൈറാബി സൈരംഗ്. ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനാണ് ബൈറാബി സൈരംഗ്. ബൈറാബി സൈരംഗ്. അടുത്ത പോയിന്റ്, രാജ്യത്തെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം? അൽബേനിയ. ആൻസർ വരുന്നത് അൽബേനിയ. സൂര്യൻ എന്നർത്ഥം വരുന്ന ഡിയല്ല എന്നതാണ് ഡിജിറ്റൽ അസിസ്റ്റന്റിന്റെ പേര്. രാജ്യത്തെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ. ഡിജിറ്റൽ അസിസ്റ്റന്റിന്റെ പേര് സൂര്യൻ എന്നർത്ഥം വരുന്ന ഡിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, തീരസംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടി 2027 വേദിയാകുന്നത് ഇന്ത്യ. ഇന്ത്യയാണ് 2027 തീരസംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ചെന്നൈയാണ് ഇത് വരുന്നത്, ചെന്നൈയാണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതെന്ന് വെച്ചാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് സ്ക്രീനിങ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം? വർക്കല പാപനാശം കുന്നുകൾ. യുനെസ്കോയുടെ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലമാണ് വർക്കല പാപനാശം കുന്നുകൾ. ഇതിൽ 7 എണ്ണമാണ് ഇന്ത്യയിൽ നിന്ന് 7 എണ്ണമാണ് താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 69 എണ്ണമാണ് താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയതിന്റെ എണ്ണം 69 എണ്ണം. അടുത്ത പോയിന്റ്, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ ഏത് നിലയിൽ പ്രശസ്തയാണ്? ഭരതനാട്യം. ഭരതനാട്യത്തിൽ പ്രശസ്തിയാണ്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ തമിഴ്നാട്ടുകാരിയാണ്. അടുത്ത പോയിന്റ്, അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം റിക്കി പാറ്റേൺ ഏത് രാജ്യക്കാരനാണ്? ഇംഗ്ലണ്ട്.
അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം റിക്കി പാറ്റേൺ ഏത് രാജ്യക്കാരനാണ്? ഇംഗ്ലണ്ടുകാരനാണ്. ദ ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്നതാണ് റിക്കി പാറ്റേൺ. അടുത്ത പോയിന്റ്, ചൈനയിൽ നടന്ന സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആനന്ദ് കുമാർ വേൽകുമാർ. ചൈനയിൽ നടന്ന സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആനന്ദ് കുമാർ വേൽകുമാർ. അടുത്ത പോയിന്റ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെ? ടോക്കിയോ. ജപ്പാന്റെ ടോക്കിയോ ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി. ഇതിൽ മലയാളികൾ പങ്കെടുക്കുന്നത് 2 പേരാണ്, മുരളി ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറുമാണ്. അടുത്ത പോയിന്റ്, 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി. ഇന്ത്യയും ശ്രീലങ്കയും. ഇതിൽ വനിതകളാണ് പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡനിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ മുറികൂടി പച്ചയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം ഏത്? ആക്ടിയോസിഡ് സംയുക്തമാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡനിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ മുറികൂടി പച്ചയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം ആക്ടിയോസിഡ് സംയുക്തമാണ്. അടുത്ത പോയിന്റ്, സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് KSFE. അടുത്ത പോയിന്റ്, കൊള്ളപ്പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഷൈലോക്ക്. കൊള്ളപ്പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി നടപ്പിലാക്കുന്നത്. വാഹനമിത്ര ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏത്? ആദി സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല. ആദി സംസ്കൃതി. ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതി. അടുത്ത പോയിന്റ്, 2025 സെപ്റ്റംബറിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള PV നരസിംഹറാവു സ്മാരക അവാർഡ് മരണാനന്തരം ലഭിച്ചത് മൻമോഹൻ സിംഗിനാണ് 2025 സെപ്റ്റംബറിലെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള PV നരസിംഹറാവു സ്മാരക അവാർഡ് ലഭിച്ചത്. അടുത്ത പോയിന്റ്, നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയും ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായി നിയമിതയായത് സുശീല കാർക്കിയാണ് നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയും ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായി നിയമിതയായത്. 2025 സ്വച്ഛ് വായു സർവേക്ഷൺ അവാർഡ് 10 ലക്ഷത്തിലധികം ജനസംഖ്യയിൽ ഒന്നാമതുള്ളത് ഇൻഡോർ ആണ്. 2025 സ്വച്ഛ് വായു സർവേക്ഷൺ അവാർഡ് 10 ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന നഗരമാണ്. അതിൽ ഒന്നാമതെത്തിയത് ഇൻഡോർ ആണ്. ഇൻഡോർ. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജ്യം എത്യോപ്യ. അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജ്യമാണ് എത്യോപ്യ. ഏറ്റവും വലിയ അണക്കെട്ട് ഉള്ളത് എത്യോപ്യ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയാവുന്നതിന് മുന്നേ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ നിലവിൽ മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറെയാണ് പരാജയപ്പെടുത്തിയത്. ഫ്രഞ്ച് കിരീടവും 2025 ഫ്രഞ്ച് കിരീടം നേടിയതും കാർലോസ് അൽക്കാരസ് ആണ്. 2025 US ഓപ്പണും ഫ്രഞ്ച് കിരീടവും നേടിയത് കാർലോസ് അൽക്കാരസ്. വനിതാ US ഓപ്പൺ നേടിയത് ആര്യാന സെബലങ്കയാണ്. വനിതാ US ഓപ്പൺ കിരീടം നേടിയത് ആര്യാന സെബലങ്ക. അടുത്ത പോയിന്റ്, ക്രോക്കോതെമിസ് എറിത്രിയ എന്നത് എന്താണ്? ക്രോക്കോതെമിസ് എറിത്രിയ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരുതരം തുമ്പിയാണ് ക്രോക്കോതെമിസ് എറിത്രിയ. ഒരുതരം തുമ്പി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആസാം.
അടുത്ത പോയിന്റ്, ശുക്രനിലേക്കുള്ള റഷ്യയുടെ ബഹിരാകാശ ദൗത്യം ഏത്? വെനേറ ഡി. വെനേറ ഡി ആണ് ശുക്രനിലേക്കുള്ള റഷ്യയുടെ ബഹിരാകാശ ദൗത്യം, വെനേറ ഡി. അടുത്ത പോയിന്റ്, 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആര്യാന സെബലങ്ക. ആര്യാന സെബലങ്കയാണ് US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ആര്യാന സെബലങ്ക. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേര്? വിക്രം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേരാണ് വിക്രം. അടുത്ത പോയിന്റ്, വിഹാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. മുംബൈയിലാണ് വിഹാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്, വിഹാർ തടാകം, മുംബൈ. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തേതുമായ വനിതാ ഫോറൻസിക് സർജൻ ആര്? ഷേർലി വാസു. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തേതുമായ വനിതാ ഫോറൻസിക് സർജനാണ് ഷേർലി വാസു. അടുത്തിടെ അന്തരിച്ചതാണ്. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? കെ സോമപ്രസാദ്. കെ സോമപ്രസാദ് ആണ് കേരളത്തിന്റെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. കേരളമാണ് ഇന്ത്യയിൽ ആദ്യ വയോജന സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. ഓക്കെ, താങ്ക് യു.